ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ മുൻകാല ചോദ്യങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണ്. ഇന്നു മുതൽ 2021 മുതലുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ആദ്യം നമ്മൾ നോക്കുന്നത് 2021 കോമൺ പ്രിലിമിനറി എക്സാമിന്റെ ചോദ്യപേപ്പറാണ്. സ്റ്റേജ് 1 ചോദ്യപേപ്പറാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ചോദ്യപേപ്പറിന്റെ കോഡ് എന്ന് പറയുന്നത് 75/2021. ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ വായിക്കുക. 1. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡ വർമ്മയാണ്. 2. സ്വാതി തിരുനാൾ രാമവർമ്മ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, തിരുവിതാംകൂറിൽ സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. 4. സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കി. താഴെ പറയുന്ന ഉത്തരങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. അതായത് 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1, 2, 3 സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. അതായത് തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡ വർമ്മയാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സ്വാതി തിരുനാൾ രാമവർമ്മ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്നാമത്തത്, തിരുവിതാംകൂറിൽ സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. ഈ 3 സ്റ്റേറ്റ്മെന്റുകളുമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായി ചേരുന്നത്? 1. KP വള്ളോൻ. 2. അയ്യ വൈകുണ്ഠൻ. 3. CP അച്യുതമേനോൻ. 4. TK മാധവൻ. ഇത് ശരിയായി യോജിപ്പിക്കുന്ന സമയത്ത് ഓപ്ഷൻ ബി ആണ് നമുക്ക് ലഭിക്കുക. അതായത് ഒന്നാമത്തെ ജോഡി ശരിയാണ്, രണ്ടാമത്തെ ജോഡി ശരിയാണ്, അതോടൊപ്പം തന്നെ മൂന്നാമത്തെ ജോഡിയും ശരിയാണ്. നാലാമത്തെ ജോഡിയാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം, ഉത്തരവാദിത്വമുള്ള കേരള ഗവൺമെന്റിനെ പറ്റി താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യം കൂടിയാണ്. നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഒരേ വിഭാഗത്തിൽ പെടാത്തത്? 1. ഉൽ-ഗുലാൻ മൂവ്മെന്റ്. 2. സാഫ ഹാർ മൂവ്മെന്റ്. 3. കാജ നാഗ റിബലിയൻ. 4. ഗദ്ദാർ മൂവ്മെന്റ്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 4 മാത്രമാണ്. അഞ്ചാമത്തെ ചോദ്യം, ചിപ്കോ മൂവ്മെന്റുമായി ബന്ധപ്പെടുത്തിയാൽ താഴെ പറയുന്നവയിൽ ഏതു പ്രസ്താവനയാണ് ശരി അല്ലാത്ത പ്രസ്താവന? ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1. ചിപ്കോ മൂവ്മെന്റ് ഒരു കാർഷിക മൂവ്മെന്റ് ആണ്. 2. ചിപ്കോ മൂവ്മെന്റ് സർവോദയ മൂവ്മെന്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു. 3. ചിപ്കോ മൂവ്മെന്റിന്റെ പ്രധാന നേതാവായിരുന്നു ഗൗര ദേവി. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1 മാത്രമാണ് ഇവിടെ ശരിയല്ലാത്തത്, അഥവാ 1 മാത്രമാണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ള പ്രസ്താവന. ബാക്കിയുള്ള 2 പ്രസ്താവനകളും ഇവിടെ ശരിയാണ്. ആറാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാത്ത വാക്ക്? ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, കരോരി. ഏഴാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ഏതു പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? 1. ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2. ഗ്രീൻ റിബൺ ക്ലബ്ബ് ഇംഗ്ലീഷ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3. 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾസ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 4. 10 days that shook the world ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ഉത്തരം. 1, 2, 3 സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് UN-നെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ളത്? ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 1. ദേശീയ പരമാധികാരവും വൻ ശക്തി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടതാണ് UNO എന്ന ആശയം നിലവിൽ വന്നത്.
2 UN-യുടെ ലക്ഷ്യം ആർട്ടിക്കിൾ 1 എന്ന UN ചാർട്ടറിൽ നിർവചിച്ചിരിക്കുന്നു. WTO UN-യുടെ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. 4 UNO രൂപീകരിച്ചത് അന്തർദേശീയ സമാധാനവും സുരക്ഷതയും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. 8ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 9ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. 1ഉം 2ഉം 3ഉം പ്രസ്താവനകൾ ഇവിടെ ശരിയാണ്. 1ാമത്തെ പ്രസ്താവന, ടെന്നീസ് കോർട്ട് സത്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 2 ടെയ്ലി, റിത്തെ, ഗബല്ലെ എന്നീ വാക്കുകൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിൽ നികുതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. 3 ദ ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവകാലത്തെ വിമതരുടെ ജേണലായിരുന്നു. ഈ 3 സ്റ്റേറ്റ്മെന്റുമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 10ാമത്തെ ചോദ്യം, ദേശീയ ഭക്ഷ്യസുരക്ഷാ ബിൽ സംബന്ധിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകൾ വായിക്കുക. 1 ഈ ബില്ലിന്റെ ലക്ഷ്യം രാജ്യത്തെ പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണത്തിന്റെ സബ്സിഡിയാണ്. 2 ഈ ബിൽ ആദ്യമായി നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. 3 AAY അതായത് അന്ത്യോദയ അന്ന യോജന ഈ ബില്ലിന്റെ വിപുലീകരണമാണ്. 4 പൊതുവിതരണ സമ്പ്രദായം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒന്നിച്ച് നടത്തുന്നു. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. അതായത് 1ഉം 2ഉം 3ഉം 4ഉം ഇവിടെ ശരിയാണ്. അതായത് ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം തന്നെ ഇവിടെ ശരിയാണ്. 11ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. പ്രസ്താവന എ എന്നത് ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തിയുള്ളതും ആക്രമണാസക്തവുമാണ്. പ്രസ്താവന ബി തന്നിരിക്കുന്നു, ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ ഉരയാത്ത സമുദ്രപ്രതലത്തിലൂടെ ചരിക്കുന്നു. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് 2 പ്രസ്താവനകളും ഇവിടെ ശരിയാണ്. ഈ തന്നിരിക്കുന്ന പ്രസ്താവന എയും പ്രസ്താവന ബിയും ശരിയാണ്. അതോടൊപ്പം തന്നെ പ്രസ്താവന ബി പ്രസ്താവന എയെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 12ാമത്തെ ചോദ്യം, പാറ്റ്ലാൻഡ്സ് എന്തിന്റെ സ്വഭാവ സവിശേഷതയാണ്? എ ആരവല്ലീസ്, ബി ചോട്ടാ നാഗ്പൂർ പ്രവിശ്യ, സി കാശ്മീർ ഹിമാലയ, ഡി താർ മരുഭൂമി. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ചോട്ടാ നാഗ്പൂർ പ്രവിശ്യ അല്ലെങ്കിൽ പീഠഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വാക്കാണ് പാറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത്. 13ാമത്തെ ചോദ്യം, ഇസഹോ ലൈൻസ് എന്നാൽ ഒരേപോലെയുള്ള ഡാഷിനെ ബന്ധിപ്പിക്കുന്ന വരകളാണ്. ഇമാജിനറി ലൈൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ PSCയുടെ മത്സര പരീക്ഷകളിൽ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ലവണാംശം. 14ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് പശ്ചിമഘട്ടം ഒരു എസ്കാർപ്മെന്റ് ആണ് എന്നുള്ള 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്, അതായത് സി സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 15ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് GIS? GIS എന്ന് വെച്ചാൽ ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ്. GIS സോഫ്റ്റ്വെയറിന്റെ തുറന്ന സ്രോതസ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. QGIS എന്ന് പറയുന്നതാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. 16ാമത്തെ ചോദ്യം, GDPയുടെ ഘടക ചെലവ്. 16ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 17ാമത്തെ ചോദ്യം, ഉൽപാദന ഘടകങ്ങളിൽ നിഷ്ക്രിയമായത് ഏതാണ്? ഓപ്ഷൻ എ സ്ഥലം അല്ലെങ്കിൽ ഭൂമി, ഓപ്ഷൻ ബി അധ്വാനം, ഓപ്ഷൻ സി മൂലധനം, ഓപ്ഷൻ ഡി സ്ഥലവും മൂലധനവും. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, സ്ഥലവും മൂലധനവും. അതായത് ഉൽപാദന ഘടകങ്ങളിൽ നിഷ്ക്രിയമായതാണ് സ്ഥലവും മൂലധനവും. 18ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് സമ്പദ് വ്യവസ്ഥയിൽ സമ്പത്തിന്റെ വിതരണം കുറയ്ക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസിനെ RBI വിൽക്കുന്നത്. 19ാമത്തെ ചോദ്യം, റിപ്പോ റേറ്റിനെ
പറ്റി താഴെ പറയുന്നവയിൽ ശരിയായത് അല്ലെങ്കിൽ ശരിയായവ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇത് എല്ലായ്പ്പോഴും ബാങ്ക് റേറ്റിൽ കുറവാണ്. രണ്ട്, ഇത് വിപരീത റിപ്പോ റേറ്റിനേക്കാൾ എപ്പോഴും ഉയർന്നതാണ്. മൂന്നാമത്തത്, ഇത് ഹ്രസ്വകാല സാമ്പത്തിക ആവശ്യങ്ങളെ കേന്ദ്രീകരിക്കും. 20ാമത്തെ ചോദ്യം, ധനക്കമ്മി അഥവാ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്നാൽ എന്താണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. മുഴുവൻ ചെലവ് മൈനസ് മുഴുവൻ വരുമാന രസീതുകൾ അധികം കടമല്ലാത്ത മൂലധന രസീത്. 21ാമത്തെ ചോദ്യം, അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ആർട്ടിക്കിൾ 358. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളത്? ഓപ്ഷൻ എ, ചരക്കുകളുടെ ഉൽപാദനവും വിതരണവും. ബി, വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ. സി, ഖനികളുടെയും ധാതുക്കളുടെയും വികസനത്തിന്റെ നിയന്ത്രണം. ഡി, ഉന്നത വിദ്യാഭ്യാസം, ഗവേഷണം, ശാസ്ത്രീയ സാങ്കേതിക സ്ഥാപനങ്ങൾ എന്നിവയുടെ മാനദണ്ഡങ്ങൾ. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളത്. 23ാമത്തെ ചോദ്യം, പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത് എന്താണ്? ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷം. 24ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. 24ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. 25ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി പ്രകാരം ഇനി പറയുന്നവയിൽ ഏത് വാദമാണ് ശരി അല്ലാത്തത്? ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ശരി അല്ലാത്തത് എന്നാണ് ചോദ്യം. എ, ഭരണഘടനാ കൺവെൻഷനോ ഭരണഘടനാ അസംബ്ലിയോ പോലുള്ള ഒരു പ്രത്യേക ബോഡിക്ക് വ്യവസ്ഥയില്ല. ബി, ഭരണഘടനാ ഭേദഗതിക്ക് തുടക്കം കുറിക്കാനുള്ള അധികാരം പാർലമെന്റിനാണ്. അതായത് സംസ്ഥാനങ്ങളിൽ നിയമസഭാ സമിതികൾ സൃഷ്ടിക്കുകയും നിർത്തലാക്കുകയും ചെയ്യുന്നത്. ഓപ്ഷൻ സി, ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അത് സംസ്ഥാന നിയമസഭകൾ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാനും സാധിക്കും. ഡി, ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാൻ ബുദ്ധിമുട്ടായ അവസരങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും സംയുക്ത മീറ്റിംഗ് നടത്താൻ വ്യവസ്ഥയുണ്ട്. ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് ഈ പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള പ്രസ്താവനയാണ്. 26ാമത്തെ ചോദ്യം, അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണയിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ, ഇന്ത്യൻ രാഷ്ട്രപതി. ഓപ്ഷൻ ബി, ഇന്ത്യൻ ഭരണഘടന. ഓപ്ഷൻ സി, പാർലമെന്റ്. ഓപ്ഷൻ ഡി, യൂണിയൻ പബ്ലിക് കമ്മീഷൻ. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇന്ത്യൻ പാർലമെന്റ്. 27ാമത്തെ ചോദ്യം, സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നത് ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ്? ഓപ്ഷൻ എ, ആർട്ടിക്കിൾ 310. ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 311. ഓപ്ഷൻ സി, ആർട്ടിക്കിൾ 312. ഓപ്ഷൻ ഡി, ആർട്ടിക്കിൾ 315. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ആർട്ടിക്കിൾ 311 അനുസരിച്ചാണ് സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നത്. 28ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത് എന്താണ്? ഒന്ന്, അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ. 2, അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടത്. 3, 45 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകാൻ പരാജയപ്പെടുന്നു. 4, ഒരു പൊതു അതോറിറ്റി തെറ്റായ വിവരങ്ങൾ അപേക്ഷകന് നൽകുന്ന സ്ഥലത്ത്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 1ഉം 2ഉം പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത്.
29ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്തൃ അവകാശം അല്ലാത്തത്? ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉപഭോക്തൃ അവകാശം അല്ലാത്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ തിരഞ്ഞെടുക്കാനുള്ള അവകാശം, ഓപ്ഷൻ ബി ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ഓപ്ഷൻ സി വിലപേശാനുള്ള അവകാശം, ഓപ്ഷൻ ഡി കേൾക്കാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വിലപേശാനുള്ള അവകാശം, അതായത് വിലപേശാൻ ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിന് അവകാശമില്ല. 30ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ? ഓപ്ഷൻ എ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഓപ്ഷൻ ബി ഭരണഘടനാ ബോഡിയാണ്, ഓപ്ഷൻ സി ഒരു ഭരണഘടനാ സ്ഥാപനമോ നിയമപരമായ സ്ഥാപനമോ അല്ല, ഓപ്ഷൻ ഡി അധിക ഭരണഘടനാ ബോഡിയാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 31ാമത്തെ ചോദ്യം, കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം എഴുതിയതാരാണ്? ഓപ്ഷൻ എ പി ഗോവിന്ദപിള്ള, ഓപ്ഷൻ ബി MGS നാരായണൻ, ഓപ്ഷൻ സി ഡോക്ടർ TM തോമസ് ഐസക്, ഓപ്ഷൻ ഡി EMS നമ്പൂതിരിപ്പാട്. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം എഴുതിയത് ഡോക്ടർ TM തോമസ് ഐസക് ആണ്. 32ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ആരാണ് വിദ്യാവിനോദിനിയുടെ കർത്താവ്? ഓപ്ഷൻ എ CP അച്യുതമേനോൻ, ഓപ്ഷൻ ബി K നാരായണ കുരുക്കൾ, ഓപ്ഷൻ സി K ദാമോദരൻ, ഓപ്ഷൻ ഡി ഉമ്മൻ ഫിലിപ്പോസ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. CP അച്യുതമേനോനാണ്. അതായത് CP അച്യുതമേനോന്റെ കൃതിയാണ് വിദ്യാ വിനോദിനി എന്ന് പറയുന്നത്. 33ാമത്തെ ചോദ്യം, സംഗീത നൈഷാദം ബന്ധപ്പെട്ടിരിക്കുന്നത്? 33ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, TC അച്യുതമേനോൻ. 34ാമത്തെ ചോദ്യം, പിക്ചർ എന്ന വാക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ടെന്നീസ്, ഓപ്ഷൻ ബി ബാസ്കറ്റ് ബോള്, ഓപ്ഷൻ സി ഗോൾഫ്, ഓപ്ഷൻ ഡി ബേസ്ബോൾ. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബേസ്ബോൾ. അതായത് പിക്ചർ എന്ന വാക്ക് ബേസ്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വാക്കാണ്. 35ാമത്തെ ചോദ്യം, കൊടുക്കുന്ന എന്നത് ആരുടെ തൂലികാനാമമാണ്? ഓപ്ഷൻ എ രാമൻ നായർ, ഓപ്ഷൻ ബി കൃഷ്ണപിള്ള, ഓപ്ഷൻ സി ഗോവിന്ദ ഗണകൻ, ഓപ്ഷൻ ഡി ടി രാമചന്ദ്രൻ. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗോവിന്ദ ഗണകൻ. ഗോവിന്ദ ഗണകന്റെ തൂലികാനാമമാണ് കൊടുക്കുന്ന. 36ാമത്തെ ചോദ്യം, ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്ന തലക്കെട്ട് നേടിയത് ആരാണ്? ഓപ്ഷൻ എ ജസ്പാൽ റാണ, ഓപ്ഷൻ ബി അഭിനവ് ബീന്ദ്ര, ഓപ്ഷൻ സി മാൻഷാർ സിംഗ്, ഓപ്ഷൻ ഡി അഞ്ജലി ഭഗവത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, അഞ്ജലി ഭഗവത്. 37ാമത്തെ ചോദ്യം, 2004 ഏതൻസ് ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്കിൽ മോഹിനി ഭരദ്വാജ് ഒളിമ്പിക് മെഡൽ നേടിയത് ഏത് രാജ്യത്തിന് വേണ്ടിയാണ്? ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി അമേരിക്ക, ഓപ്ഷൻ സി തായ്ലൻഡ്, ഓപ്ഷൻ ഡി നേപ്പാൾ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, അമേരിക്ക. 38ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബോക്സിംഗ് റഫറി ആരാണ്? ഓപ്ഷൻ എ റസിയ ഷബ്നം, ഓപ്ഷൻ ബി മേരി കോം, ഓപ്ഷൻ സി നോറ ജോൺസ്, ഓപ്ഷൻ ഡി സീമ അൻലെ. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, റസിയ ഷബ്നം. 39ാമത്തെ ചോദ്യം, 2003 ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നത് ഇന്ത്യയിൽ എവിടെയാണ്? ഓപ്ഷൻ എ കൽക്കട്ട, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി ഡൽഹി, ഓപ്ഷൻ ഡി ഹൈദരാബാദ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഹൈദരാബാദ്. 2003 ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നത് ഹൈദരാബാദിലാണ്. 40ാമത്തെ ചോദ്യം, ICC വനിതാ വേൾഡ് കപ്പ് 2022 ഔദ്യോഗിക ഗാനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ
ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, ഗേൾ ഗ്യാങ്. 41 ചോദ്യം, കമ്പ്യൂട്ടറിന്റെ CPU-യിലെ താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ എ റാം, ഓപ്ഷൻ ബി രജിസ്റ്റർ, ഓപ്ഷൻ സി ഹാർഡ് ഡിസ്ക്, ഓപ്ഷൻ ഡി റോം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, രജിസ്റ്റർ. 42 ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? ഓപ്ഷൻ എ OMR, ഓപ്ഷൻ ബി പ്ലോട്ടർ, ഓപ്ഷൻ സി പ്രിന്റർ, ഓപ്ഷൻ ഡി സ്പീക്കർ. 42 ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, OMR. 43, ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി ഏതാണ്? ഓപ്ഷൻ എ മോഡം, ഓപ്ഷൻ ബി റൂട്ടർ, ഓപ്ഷൻ സി NIC, ഓപ്ഷൻ ഡി ബ്രിഡ്ജ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 44 ചോദ്യം, ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തീകരിക്കുന്നതിനും CPU എടുക്കുന്ന സമയം, ആ സമയത്തെ നമ്മൾ വിളിക്കുന്നത് ടേൺ എറൗണ്ട് സമയം എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അതായത് ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയമാണ് ടേൺ എറൗണ്ട് സമയം. 45 ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് HTML ടാഗ് ആണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 46 ചോദ്യം, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ന്യൂയോർക്ക്, ഓപ്ഷൻ ബി സ്വിറ്റ്സർലൻഡ്, ഓപ്ഷൻ ബി നൈറോബി, ഓപ്ഷൻ ഡി പാരീസ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. IUCN-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിലാണ്. 47 ചോദ്യം, പരിസ്ഥിതി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ നിയന്ത്രണ ചട്ടക്കൂട് താഴെ പറയുന്നവയിൽ ഏത് ആണ്? ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 48 ചോദ്യം, ബയോ ഇന്ധനം കൊണ്ട് ഓടിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? ബയോ ഇന്ധനം കൊണ്ട് ഓടിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 49 ചോദ്യം, DRDO ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരേ സമയം ഒന്നിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ഉതകുന്ന ലോഞ്ചർ ഏതാണ്? ഓപ്ഷൻ എ തൃശൂൽ, ഓപ്ഷൻ ബി കോബ്ര, ഓപ്ഷൻ സി അർജുൻ, ഓപ്ഷൻ ഡി പിനാക്ക. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, പിനാക്ക. അതായത് DRDO ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരേ സമയം ഒന്നിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന ലോഞ്ചറാണ് പിനാക്ക. 50 ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് പുതുക്കാവുന്ന ഊർജത്തിന്റെ ഉറവിടം? ഓപ്ഷൻ എ നാച്ചുറൽ ഗ്യാസ്, ഓപ്ഷൻ ബി ഫോസിൽ ഫ്യൂവൽ, ഓപ്ഷൻ സി ന്യൂക്ലിയർ എനർജി, ഓപ്ഷൻ ഡി സോളാർ എനർജി. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, സോളാർ എനർജി. ഇതോടുകൂടി 50 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഏവർക്കും നന്ദി.